ഹായ്, അസ്സലാമലൈക്കും. നമുക്ക് ഇന്ന് 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിൽ കുർത്തി തയ്ക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഷോൾഡർ ആണ് അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡർ 6 ഇഞ്ച് ആണ്. അത് അടയാളപ്പെടുത്തുക. നമുക്ക് ആം ഹോളും 6 ഇഞ്ചാണ്. നമുക്കൊരു ബോക്സ് പോലെ വലിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ചെസ്റ്റ് 29 ആണ്. അതിൻ്റെ 4/1 ഭാഗം 7.25 ഇഞ്ചാണ്. അതിലേക്ക് 1 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 8.25 വരും. 8.25 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസും അടയാളപ്പെടുത്താം. ഇനി നമുക്ക് 12.5 ഇഞ്ചിൽ വേസ്റ്റ് അടയാളപ്പെടുത്താം. വേസ്റ്റ് 6.25 ആണ്. അതിലേക്ക് ഒരു 3/4 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 7 ഇഞ്ചാവും. അപ്പോൾ 7 ഇഞ്ച് അടയാളപ്പെടുത്താം. 1.5 ഇഞ്ച് സീം അലവൻസ്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അളവ് അടയാളപ്പെടുത്താം. ഹിപ്പ് താഴോട്ട് 18.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. നമുക്ക് ഹിപ്പ് അളവ് 34 ആണ്. അതിൻ്റെ 4/1 ഭാഗം 8.5 ഇഞ്ചാണ്. അതിലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും 9 അടയാളപ്പെടുത്തുക, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും, അങ്ങനെ 10. ആ 10ലേക്ക് 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂട്ടി 11.5 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തുക, ബോട്ടം ഭാഗം. എന്നിട്ട് നമുക്കത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തും ഹിപ്പിൻ്റെ ഭാഗത്തും ഓരോരോ നോച്ചിട്ടിട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അളവ് അടയാളപ്പെടുത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ് 4 മടക്കി വെച്ചിട്ടുണ്ട്. മോൾ ഭാഗം സ്ട്രെയിറ്റ് ആക്കി വരച്ചെടുക്കാം. എന്നിട്ട് 3 ഇഞ്ചിൽ താഴോട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് അതിലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. നമുക്ക് സ്ലീവ് ലെങ്ത് 22 ആണ് വേണ്ടത്. അതിലേക്ക് 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കാം. എന്നിട്ട് 23.5 ഇഞ്ച് അടയാളപ്പെടുത്താം. താഴെ നമുക്ക് 3.5 ഇഞ്ചാണ് ഷേപ്പ് വേണ്ടത്. പിന്നെ 1.5 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് സ്കെയിലെടുത്ത് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. ഇതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം. സ്ലീവിന് നമുക്ക് ലൈനിങ് വെക്കുന്നില്ല. അപ്പോൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. നമ്മൾ 2.25 ഇഞ്ചാണ് നെക്ക് വിടുത്ത് കൊടുക്കുന്നത്. നമ്മൾ വീനെക്കാണ് ചെയ്യുന്നത്. വീനെക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് 6 ഇഞ്ചാണ്. നമുക്ക് സ്കെയിലെടുത്ത് അതിലേക്ക് വി പോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് പുറത്തേക്ക് അടയാളപ്പെടുത്താം. ആ ലൈൻമ കൂടെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ലൈനിലേക്ക് തൊട്ടിട്ട് താഴോട്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. നമുക്ക് ബാക്കിലെ നെക്കിന് ലെങ്ത് വേണ്ടത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തി ബോക്സ് റൗണ്ട് പോലെ വരച്ചെടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഇനി നമുക്ക് ലൈനിങ് ആയിട്ട് ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്തെടുക്കണം. ആ വി ഷേപ്പിൽ നമുക്ക് നെക്ക് ആദ്യം അടിച്ചിട്ട് വരാം. ഇപ്പോൾ നമ്മൾ നെക്ക് അടിച്ച് വന്ന് ഇനി നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം. ചെറിയ നോച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ചിട്ടിട്ട് സൈഡ് അടിച്ച് ലൈനിങ്ങുമായിട്ട് പതിച്ചടിച്ച് വരാം. താഴെ വരെ പതിച്ചടിച്ച് കഴിഞ്ഞ് നെക്കും അടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് പീസും അടിച്ചെടുക്കാം. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ ഷോൾഡറും ജോയിൻ ചെയ്ത് ബാക്കിലും ഫ്രണ്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പതിച്ചടിച്ചും കഴിഞ്ഞ് ബാക്കിലെ ഭാഗവും പതിച്ചടിച്ചു. ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് വരാം. ഇനി ഞാൻ സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനോ സ്റ്റിച്ച് അടിച്ചെടുക്കാനൊക്കെ ഉള്ളത് നമുക്കിനി ഇത് തിരിച്ചിട്ടിട്ട്
ഷേപ്പ് അടയാളപ്പെടുത്താം. ആദ്യം ഷേപ്പ് നമ്മളെ അളവ് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് അടിച്ചെടുക്കാം. എന്നിട്ട് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലിറ്റും അടിച്ചെടുക്കുക. നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ബായ്.